ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഫോളോയിങ് ആർ സം ഓഫ് ദ സോഷ്യൽ ഈവിൾസ് ദാറ്റ് പ്രിവൈൽഡ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങളിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചൈൽഡ് മാരേജ്, സ്ലേവറി, ഹ്യൂമൻ സാക്രിഫൈസ്, സതി, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്. നെയിം ദ ബ്രിട്ടീഷ് റൂളർ ഹൂ അബോളിഷ്ഡ് സതി ബൈ ലോ. ആരാണ് സതി നിർത്തലാക്കിയത്? വില്യം ബെൻറ്റിക്, ലോർഡ് കേഴ്സൺ, ലോർഡ് റിപ്പൺ, ലോർഡ് ഡൽഹൌസി. അപ്പോൾ ആരാണ് സതി നിർത്തലാക്കിയത്? വില്യം ബെൻറ്റിക് ആണ് സതി നിർത്തലാക്കിയത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. വൈ സതി വാസ് കൺസിഡേർഡ് ആസ് എ സോഷ്യൽ ഈവിൾ ബൈ ദ സൊസൈറ്റി? ജസ്റ്റിഫൈ. എന്തുകൊണ്ടാണ് സതി ഒരു സാമൂഹിക അനാചാരമാണെന്ന് പറയുന്നത്? അതിനെ വിലയിരുത്തുക. വെൽത്ത്, പവർ, റൈറ്റ്സ്, ലൈഫ്, ഫ്രീഡം. കൺസിഡർ ദീസ് ഫാക്ട്. ഈ ഫാക്ടേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത്. സതി വാസ് എ സോഷ്യൽ ഈവിൾ. സതി ഒരു സാമൂഹിക അനാചാരമാണ്. ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഇൻ ദ പാസ്റ്റ്. അത് ഇന്ത്യയിൽ നിലനിന്നിരുന്നു വളരെ കാലം മുമ്പ്. ഇറ്റ് വാസ് ആൻ അൺസിവിലൈസ്ഡ് കസ്റ്റം ഇൻ വിച്ച് എ വിഡോ ഹാസ് ടു ഇമ്മളേറ്റ് ഹെർസെൽഫ് ഇൻ ദ ഫ്യൂണറൽ പെയർ ഓഫ് ഡെഡ് ഹസ്ബൻഡ്. ഹസ്ബൻഡ് മരിച്ചാൽ ഹസ്ബൻഡിനോടൊപ്പം വിധവ ചിതയിൽ ചാടി മരിക്കണം. അതായിരുന്നു സതി എന്ന കസ്റ്റം. ദിസ് കസ്റ്റം വാസ് എൻ എക്സാമ്പിൾ ഓഫ് അൺവാണ്ടഡ് ഇൻ്റർഫറൻസ് ടു ദ ലൈഫ് ഓഫ് ഫ്രീഡം ഓഫ് വുമൺ. അപ്പോൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അതേപോലെ തന്നെ ജീവിതത്തിനും ഒരു വിലങ്ങ് തടിയായിരുന്നു ഈ ഒരു കസ്റ്റം. വിമൻ ആർ നോട്ട് ഗിവൻ ഡ്യൂ റെക്കഗ്നീഷൻ ഓർ റൈറ്റ്സ് ഇൻ ദ സൊസൈറ്റി. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു റെക്കഗ്നീഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ഒരു അവകാശമോ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഭർത്താവ് മരിച്ചാൽ അതോടൊപ്പം തന്നെ ഭാര്യയും മരിക്കണം. ഭാര്യയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ ഒരു അവകാശങ്ങളോ ഒന്നും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നില്ല. They did not have the freedom to take their own or decision or to speak about their rights. Wealth was totally under the control of a man. സമ്പത്തൊക്കെ ആണുങ്ങളുടെ കൺട്രോളിലായിരുന്നു. ഫോർ ദീസ് റീസൺസ് സതി വാസ് കൺസിഡർ. അതുകൊണ്ടാണ് സതി ഒരു സാമൂഹിക അനാചാരമാണെന്ന് പറയുന്നത്. ഇത് നിർത്തലാക്കിയത് വില്യം ബെൻറ്റിക്കാണ്. ഓക്കെ, അറ്റ് ഫസ്റ്റ് ദ സീറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ വാസ് ബംഗാൾ. British decided to divide Bengal into two. What was their aim in the partition of Bengal? Administrative convenience to weaken the opponents, to make convenience for the people, to arrange separate facilities for various religions. എന്തായിരുന്നു കാരണം? To weaken the opponents. ബംഗാൾ വിഭജനത്തിന് പ്രധാന കാരണം എതിരാളികളെ ദുർബലരാക്കുക എന്നതാണ്. അതുകൊണ്ട് ഓൺ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, റീസൺ മോഡ് ഓഫ് അജിറ്റേഷൻ അഗെയിൻസ്റ്റ് പാർട്ടീഷൻ റിസൾട്ട് ക്യാൻ ബി കൺസിഡേർഡ്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്ത് പാർട്ടീഷൻ ഓഫ് ബംഗാളിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. ദ ബ്രിട്ടീഷ് യൂസ്ഡ് ടു ഗവേൺ ഇന്ത്യ വിത്ത് ബംഗാൾ ആസ് ദെയർ സെൻറ്റർ. The people of Bengal started opposing the policies of the British government. The British then thought about the partition of Bengal in order to reduce the unity of the Bengali people. ബംഗാളിൽ ചില നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരെയൊക്കെ ബംഗാളിലെ ജനത പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആ ഐക്യത്തെ തകർക്കണം എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തോന്നി. അതുകൊണ്ടാണ് അവർ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ചെയ്തത്. ഇനി മോഡ് ഓഫ് അജിറ്റേഷൻ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അഫക്റ്റഡ് ഇറ്റ്സ് പീപ്പിൾ ട്രെമൻഡസ്ലി. ദർ പ്രൊട്ടസ്റ്റഡ് സ്ട്രോങ്ലി അഗേൻസ്റ്റ് ദ എഫേർട്സ് ഓഫ് ബ്രിട്ടീഷ് ടു ഡിസ്ട്രോയ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇൻ ദ ലാൻഡ്. ദേ ഓർഗനൈസ്ഡ് സെവറൽ പ്രൊട്ടസ്റ്റ് മീറ്റിംഗ്. ദേ ബോയ്ക്കോട്ടഡ് ഫോറിൻ ഗുഡ്സ്. ദേ കളക്റ്റഡ് ഫോറിൻ ഗുഡ്സ് ആൻഡ് ബേൺഡ് ഇൻ പബ്ലിക് പ്ലേസസ്. നേറ്റീവ് ഗുഡ്സ് വർ പ്രൊമോട്ടഡ്. പ്രൊട്ടസ്റ്റ് മാർച്ച് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് വർ ഓർഗനൈസ്ഡ്. അപ്പോൾ അവരെന്തൊക്കെ പ്രതിഷേധ മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചിരുന്നത്? ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അഫക്റ്റഡ് ഇറ്റ്സ് പീപ്പിൾ ട്രെമൻഡസ്ലി. അത് വളരെയധികം അവരെ ബാധിച്ചു. ദേ പ്രൊട്ടസ്റ്റഡ് സ്ട്രോങ്ലി അഗേൻസ്റ്റ് ദ എഫേർട്സ് ഓഫ് ബ്രിട്ടീഷ് ടു ഡെസ്ട്രോയ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇൻ ദ ലാൻഡ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നയത്തെ അവർ നല്ലവണ്ണം എതിർത്തു. ദേ ഓർഗനൈസ്ഡ് സെവർ പ്രൊട്ടസ്റ്റ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി ഇവരെ എതിർക്കാനായിട്ട്. ദേ ബോയ്ക്കോട്ടഡ് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കുക. ഫോറിൻ ഗുഡ്സ് വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിച്ചു. ദേ കളക്റ്റഡ് ഫോറിൻ ഗുഡ്സ് അവർ വിദേശ വസ്തുക്കൾ
ശേഖരിച്ച് അത് പബ്ലിക് പ്ലേസിൽ കത്തിച്ചു. നേറ്റീവ് ഗുഡ്സ് വേർ പ്രൊമോട്ടഡ്. നേറ്റീവ് അതായത് സ്വദേശമായി ഉൽപ്പാദിപ്പിച്ച കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക, വിദേശികളെ ബഹിഷ്കരിക്കുക. പ്രൊട്ടസ്റ്റ് മാർച്ച് ആൻഡ് പബ്ലിക് മീറ്റിംഗ്സ് വേർ ഓർഗനൈസ്ഡ്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? കൺസിഡറിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ അജിറ്റേഷൻ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് കമ്പൈൽഡ് ടു വിത്ഡ്രോ ദ പാർട്ടീഷൻ ഇൻ ബിൽ. അപ്പോൾ അവരുടെ ഈ പ്രതിഷേധം കാരണം ഈ ബില്ല് അവർ റദ്ദാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ അവർ റദ്ദാക്കി. ഇനി അടുത്ത ചോദ്യം, വെൻ വാരിയസ് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ് അഗേൻസ്റ്റ് ബ്രിട്ടീഷ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ, കേരള ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ. ഇപ്പോൾ പലവിധ മൂവ്മെൻറ്റും ഇന്ത്യയിൽ ആകമാനം നടക്കുമ്പോൾ തന്നെ കേരളത്തിനും ചില മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. ഹു അനൗൺസ്ഡ് കുണ്ടറ പ്രൊക്ലമേഷൻ അഗേൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. അപ്പോൾ മലബാറിലും കൊച്ചിയിലും ട്രാവൻകൂറിലും നടന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയാണ് കുണ്ടറ പ്രൊക്ലമേഷൻ നടത്തിയത്. ഇനി മലബാറിൽ നടന്ന പ്രതിഷേധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട് ഓഫ് കേരള. Payashir revolt was one of the major revolt of Kerala. The British lifted Payashir Raja's right to collect taxes from Kottayam in North Malabar. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജയായിരുന്നു കോട്ടയത്ത് നിന്നും നോർത്ത് മലബാറിൽ നിന്നൊക്കെ നികുതി പിടിക്കൽ. ആ അവകാശം പഴശ്ശി രാജയിൽ നിന്ന് എടുത്തു കളഞ്ഞു. ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ്, അവരെടുത്തു കളയാണ് ചെയ്തത്. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് പഴശ്ശി രാജാസ് റിവോൾട്ട്. ഇതാണ് പഴശ്ശി വിപ്ലവത്തിന് കാരണമായ പെട്ടെന്നുള്ള കാരണം. ഹി ലെഡ് ഗറില്ല വാർ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. വയനാട്ടിലെ വനങ്ങളിൽ വെച്ച് പഴശ്ശി രാജ ഗറില്ല യുദ്ധമുറകളാണ് സ്വീകരിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ. ദ റിവോൾട്ട് എൻഡഡ് വിത്ത് ദ ഡെത്ത് ഓഫ് പഴശ്ശി രാജ. ഈ പ്രതിഷേധം എങ്ങനെയാണ് അവസാനിച്ചത്? പഴശ്ശി രാജ മരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട് അത് നടന്നത് മലബാറിലാണ്. ഓക്കെ, ഇനി അടുത്തത് ട്രാവൻകൂറിൽ നടന്ന വേറൊരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമാണ്. ഏത്? ദ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഇൻ ട്രാവൻകൂർ വർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. ദ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഹോം അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ ഹിൻഡഡ് ദ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. നിരന്തരമായ ഇടപെടൽ, ദ കോൺസ്റ്റൻറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ കമ്പനി നിരന്തരമായിട്ട് ഇൻ ദ ഹോം അഫയേഴ്സ്, അതായത് ട്രാവൻകൂറിൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കമ്പനി നിരന്തരമായി ഏർപ്പെട്ട ദ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ സുതാര്യമായ ഭരണത്തെ അത് വളരെയധികം ബാധിച്ചു. ദിസ് വാസ് ദ മെയിൻ റീസൺ ഫോർ ഹിം ടു ടേൺ അഗേൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ ഇതായിരുന്നു പ്രധാന കാരണം. ഇനി കൊച്ചിയിൽ നടന്നത് എന്താണ്? വെൻ ദ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ഇൻ ദ പ്രിൻസസ്ലി സ്റ്റേറ്റ് ഓഫ് കൊച്ചി, പാലിയത്തച്ചൻ ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി എക്സ്റ്റെൻഡഡ് ഹിസ് സപ്പോർട്ട് ടു വേലുത്തമ്പി ദളവ ഇൻ ഹിസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പം ബ്രിട്ടീഷുകാരുടെ സ്വാധീനം കൊച്ചിയിലും വളർന്നു തുടങ്ങി. അപ്പോൾ അവിടുത്തെ മിനിസ്റ്ററായിരുന്നു പാലിയത്തച്ചൻ ട്രാവൻകൂറിലുള്ള വേലുത്തമ്പി ദളവക്ക് സപ്പോർട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. With the subjugation of Bengal, the British company decided to acquire the rich wealth from agriculture sector. They exploited farmers and tribes. How did the agriculture laws imposed by the company adversely affected the farmers? Why did the British decide to implement the forest law and construct roads and railway in tribal areas? അപ്പോൾ എങ്ങനെയാണ് ഫാമേഴ്സിനെയും ട്രൈബേഴ്സിനെയും ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത്? ഓക്കെ, the company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute, indigo. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute, indigo. കോട്ടൺ, ജൂട്ട് തുടങ്ങിയ വിളകളൊക്കെ വളരാൻ പറ്റിയ നല്ല സാഹചര്യമാണ് ബംഗാളിലുള്ളതെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. These were the major raw materials for the industries in England. These were the raw material for the industries in England. അപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് കയറ്റി അയക്കാൻ പറ്റിയ സംഭവങ്ങളാണ് ബംഗാളിലുള്ളത്. കോൺസിക്വൻ്റ്ലി ദേ ഡിസൈഡഡ് ടു എക്സ്പാൻഡ് ഹിറ്റ്സ് കൾട്ടിവേഷൻ ആൻഡ് ഫോഴ്സ്ഡ് ദ ഫാമേഴ്സ് ടു ഡു സോ. അപ്പോൾ അവരെന്ത് വിചാരിച്ചു? അതന്നെ കൾട്ടിവേറ്റ് ചെയ്യുക, കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുക. എന്ത്? കോട്ടണും ജൂട്ടും ഇൻഡിക്കോ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുക. അത് ചെയ്യാൻ അവിടുത്തെ കർഷകരെ അവർ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. ദ ഫീൽഡ്സ് ദാറ്റ് വർ യൂസ്ഡ് ഓൺലി ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് ചേഞ്ച്ഡ് ഇൻ ടു പ്ലാന്റേഷൻ ഓഫ് കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ.
അപ്പോൾ ഫുഡ് ക്രോപ്സിൻ്റെ സ്ഥാനത്ത് ഇങ്ങനത്തെ കോട്ടൺ, ജൂട്ട് തുടങ്ങിയ പ്ലാന്റേഷൻ ക്രോപ്സ് പിടിപ്പിക്കാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഓഫ് ഫാമേഴ്സ് ബിക്കെയിം ലാൻഡ്ലെസ് ആൻഡ് വേർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബറേഴ്സ്. അപ്പോൾ ഫാമേഴ്സൊക്കെ ഭൂമി നഷ്ടമായിട്ട് എല്ലാവരും പണിക്കാരായി, തൊഴിലാളികളായി മാറി. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? Why did the British decide to implement the forest law and construct roads and railway in the tribal areas? റോഡ്സ് ഒക്കെ ഉണ്ടാക്കിയത് എന്താണ്? ടു എക്സ്പ്ലോയിറ്റ് ദ ഫോറസ്റ്റ് പ്രോഡക്റ്റ് ചൂഷണം ചെയ്യാൻ, ടു ബ്രിങ് ദ എൻറ്റയർ ഫോറസ്റ്റ് ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ കമ്പനിയുടെ കീഴിൽ മൊത്തം വനവിഭവങ്ങൾ ആക്കാനാണ് അവരങ്ങനെ ചെയ്തത്. ടു എക്സ്പ്ലോയിറ്റ് ദ ട്രൈബൽ ഹാബിറ്റാറ്റ് വിച്ച് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ്. അപ്പോൾ ട്രൈബൽ ഏരിയ എന്ന് പറഞ്ഞാൽ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പല വിഭവങ്ങളും കൊണ്ട് റിച്ചാണ്, അത് മുഴുവൻ അവരുടെ കയ്യിലേക്കാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. എന്തൊക്കെയാണ്? ടു എക്സ്പ്ലോയിറ്റ് ഫോറസ്റ്റ് പ്രോഡക്ട്സ്, ടു ബ്രിങ് ദ എൻറ്റയർ ഫോറസ്റ്റ് ലാൻഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ കമ്പനി, ടു എക്സ്പ്ലോയിറ്റ് ദ ട്രൈബൽ ഹാബിറ്റാറ്റ് വിച്ച് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ്സ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് ഇൻ 1857 വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട്സ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. റൈറ്റ് എനി ടു റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. അപ്പോൾ എന്തെങ്കിലും രണ്ട് റീസൺ അത് പരാജയപ്പെടാനും കാരണം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ ഉണ്ടായ രണ്ട് കാരണങ്ങൾ എഴുതാനാണ്. ദോ ദ റിവോൾട്ട് വാസ് വൈഡ് സ്പ്രെഡ് ഇൻ നോർത്ത് ഇന്ത്യ, ദർ വാസ് നോ കോർഡിനേഷൻ. റിവോൾട്ട് നാട്ടെങ്ങും പരന്നു, വൈഡ് സ്പ്രെഡായി, പക്ഷേ എന്തായിരുന്നു? ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. ഇന്ത്യയിലാകമാനം റിവോൾട്ടിൻ്റെ അലയൊലികൾ ഉണ്ടായെങ്കിലും അവർ തമ്മിൽ ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ കോർഡിനേഷൻ. ദ കമ്പനി ഹാഡ് ഓൾ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ. എന്നാൽ കമ്പനിക്കാവട്ടെ നല്ല സ്ട്രോങ് ആയ മിലിറ്ററി പവർ ഉണ്ട്, നല്ല ആയുധങ്ങളുണ്ട്, അതേപോലെ നല്ല കോർഡിനേഷനും ഉണ്ട്. ഈച്ച് ഫെയിൽഡ് ടു എൻഷുർ മാസ് സപ്പോർട്ട്. എല്ലാവരുടെയും സപ്പോർട്ട് നേടാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിനായില്ല. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് വർ എഗെയിൻസ്റ്റ് ദ റിവോൾട്ട്. ഇന്ത്യയിൽ തന്നെയുള്ള ഇംഗ്ലീഷുകാരോട് ചായവുള്ള ആൾക്കാർ ഇതിനോട് എഗെയിൻസ്റ്റ് ആയിരുന്നു. ദ റൂളേഴ്സ് ഓഫ് അഫ്ലുവൻറ്റ് പ്രിൻസസ്ലി സ്റ്റേറ്റ് സപ്പോർട്ട് ദ കമ്പനി. അപ്പം പ്രിൻസസ്ലി സ്റ്റേറ്റിലുള്ള റൂളേഴ്സൊക്കെ കമ്പനിയായിരുന്നു സപ്പോർട്ട് ചെയ്ത്. ഏതെങ്കിലും രണ്ട് റീസൺസ് നിങ്ങൾ എഴുതുക. ദർ വാസ് നോ കോർഡിനേഷൻ, ദ കമ്പനി ഹാഡ് ഓൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രോങ്ങർ മിലിറ്ററി പവർ, ബെറ്റർ വെപ്പൺസ് ആൻഡ് കോർഡിനേഷൻ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ബ്രിട്ടീഷ് അഡോപ്റ്റഡ് വാരിയസ് സ്ട്രാറ്റജീസ് ടു അനക്സ് പ്രിൻസസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ പ്രിൻസസ്ലി സ്റ്റേറ്റിനെ തങ്ങളോട് കൂട്ടിച്ചേർക്കാൻ പല തന്ത്രങ്ങളും ഉപയോഗിച്ചു. എ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. അതിലൊന്നായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഡൽഹൌസിയാണ്. ഡിഡ് ദിസ് പോളിസി ഹെൽപ്പ് ഡൽഹൌസി ടു അനക്സ് ദ പ്രിൻസസ്ലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഈ പോളിസി അവർക്ക് കൂടുതൽ രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കാൻ സഹായകമായോ? ദേ അഡോപ്റ്റഡ് ടു മെത്തേഡ്സ് ഫോർ ഇറ്റ്. അതിന് അവർ രണ്ട് മെത്തേഡാണ് ഉപയോഗിച്ചത്. അത് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇഫ് എ പ്രിൻസസ്ലി ഡിഡ് നോട്ട് ഹാവ് എ മെയിൽ ഹയർ, it was customary for the ruler to adopt his son. The British put an end to his custom. അപ്പം ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത്? ഒരു രാജ്യത്തിന് അനന്തരാവകാശി ഇല്ലാതെ, തുടർ ഭരണത്തിന് അവകാശികളില്ലെങ്കിൽ അവർക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കാം, ഒരു അനന്തരാവകാശിയെ അവർക്ക് ദത്തെടുക്കാം. ഈ ഒരു റൂള് അവർ അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസസ്ലി സ്റ്റേറ്റ്സ് ഡൈറ്റ് വിത്തൗട്ട് എ മെയിൽ ഹയർ, ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. ദിസ് വാസ് ദ പോളിസി ഫോളോഡ് ബൈ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. അപ്പോൾ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ബ്രിട്ടീഷ് ടു കോൺകർ മൈസൂർ വൈറ്റ് എനി? മൈസൂരിനെ കീഴടക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നു? നേരത്തെ നമ്മൾ ബംഗാളാണ് പറഞ്ഞത്. ബംഗാളിനെ കീഴടക്കാൻ അവർക്ക് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൈസൂർ കീഴടക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചത്? മൈസൂർ ബിക്കെയിം എ പവർഫുൾ കിങ്ഡം ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. മൈസൂർ ഒരു നല്ല പവർഫുൾ രാജ്യമായിരുന്നു. ആരുടെ ഇടയിലായിരുന്നു? ഹൈദർ അലിയും ടിപ്പു സുൽത്താൻ്റെ ഇടയിൽ നല്ല അടിപൊളി രാജ്യമായിരുന്നു മൈസൂർ. ദ ഡോമിനേഷൻ ഓഫ് മൈസൂർ എക്സ്റ്റെൻഡഡ് ഈവൻ ടു മലബാർ. അപ്പോൾ അവരുടെ എക്സ്റ്റൻഷൻ അവരിങ്ങനെ രാജ്യം വിസ്തൃതി വർദ്ധിപ്പിച്ച് ഏകദേശം മലബാർ വരെ എത്തി. ദ ഫ്രണ്ട്ലി റിലേഷൻ ഹാഡ് വിത്ത് ദ ഫ്രഞ്ച്. ടിപ്പുവിനാണെച്ചാൽ സൗഹൃദം ആരുമായിട്ടാണ്? ബ്രിട്ടീഷുകാരോടല്ല, സൗഹൃദം ഫ്രഞ്ചുകാരുമായിട്ടാണ്. അതും അവരെ ദേഷ്യപ്പെടുത്തി.
Mysore's domination of Malabar interrupted the British trade in that region. അപ്പോൾ മലബാർ എന്ന് പറയുന്നത് വളരെയധികം കച്ചവട പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ടിപ്പു സുൽത്താനുമായിട്ടുള്ള ബന്ധം മൂലം മലബാറിലായ മൈസൂരിൻ്റെ ആധിപത്യമായിരുന്നു ഉള്ളത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മലബാറിൽ കച്ചവട സാധ്യതയൊക്കെ കുറഞ്ഞു. ഇത്രയാണ് മൈസൂരിനെ പിടിച്ചെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇൻ വിച്ച് പ്ലേസ് ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ സുപ്രീമസി ത്രൂ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പം ബാറ്റിൽ ഓഫ് പ്ലാസി എപ്പോഴാണ് നടന്നത്? 1757 1757 നടന്ന ബാറ്റിൽ ഓഫ് പ്ലാസി എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചത്. ഇൻ ബംഗാൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫോറിനേഴ്സ് ഹൂ കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് ഇൻഫ്ലുവൻസ്ഡ് ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് സെക്ടർ ഓഫ് ഇന്ത്യ. Write a note on the impact of Indo-Portuguese relationship in different sectors. When did Vasco da Gama reach India? കുറേ ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിലേക്ക് വന്നു. കുറേ ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു. അവർ നമ്മുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ വാസ്കോ ഡ ഗാമ എപ്പോഴാണ് വന്നതെന്ന്. വാസ്കോ ഡ ഗാമ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണ് ശരിക്കുള്ള ആൻസർ. 1498 കാപ്പാട് ബീച്ചിലാണ് വാസ്കോ ഡ ഗാമ ഇറങ്ങിയത്. ഓക്കെ, ഇനി എന്താണ്? പോർച്ചുഗീസുകാരുടെ ബന്ധം നമ്മുടെ ഇന്ത്യയെ എങ്ങനെ സ്വാധീനിച്ചു? The trade relation with the Portuguese greatly influenced the agriculture sector of Kerala. പോർച്ചുഗീസുമായിട്ടുള്ള ബന്ധം കേരളയെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടെയാണ്? സ്വാധീനിച്ചത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. അത് എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ബൈ ദ പോർച്ചുഗീസ്. അപ്പോൾ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കേരളത്തിലുണ്ടായതല്ല, അത് പോർച്ചുഗീസിൽ നിന്ന് വന്ന് അവരിവിടെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ പൈനാപ്പിളും പപ്പായയും റെഡ് ചില്ലി അങ്ങനെയുള്ള കാർഷിക വിളകൾ. പിന്നെ അടുത്ത എന്താണ്? വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഫോം ലൈക്ക് ചവിട്ട് നാടകം വെർ സം ഓഫ് ദ ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഉപയോഗം, അതേപോലെ തന്നെ ചവിട്ട് നാടകം തുടങ്ങിയവയൊക്കെ ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്തത് യൂറോപ്യൻ റീച്ച്ഡ് ഇന്ത്യ ഫോർ ട്രേഡ്. യൂറോപ്യന്മാർ ഇവിടെ എന്തിനാണ് വന്നത്? കച്ചവടത്തിനാണ്. ലൊക്കേറ്റ് ദ ഫോളോയിങ് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ. കൊച്ചിൻ, ഗോവ, സൂറത്ത്, കാരക്കൽ. റൈറ്റ് ടു വിച്ച് കൺട്രി ദീസ് ട്രേഡ് സെൻറ്റേഴ്സ് ബിലോങ് ടു? കൊച്ചിൻ ഏതാണ്? ഡച്ചുകാരുടെ പ്രമുഖ സ്ഥലമായിരുന്നു. ഗോവ പോർച്ചുഗീസിൻ്റെ അധീനയിലായിരുന്നു. സൂറത്ത് ബ്രിട്ടീഷുകാരുടെ അധീനയിലായിരുന്നു. കാരക്കൽ ഫ്രഞ്ച്. കൊച്ചിൻ ഡച്ച്, ഗോവ പോർച്ചുഗീസ്, സൂറത്ത് ബ്രിട്ടീഷ്, കാരക്കൽ ഫ്രഞ്ച്. ഇനി അടുത്തത് നെയിം ദ ബാറ്റിൽ ഫോർട്ട് ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ സൗത്ത് ഇന്ത്യ ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് മോണോപ്പൊളി. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധം ഏതായിരുന്നു? കർണാട്ടിക് വാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെട്ടത്. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.